ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്ന കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇഫ്, എൽഫ്, എൽസ് നമ്മളിവിടെ മൂന്നും കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഇന്നത്തെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇത് മാത്രമേ പറയുന്നുള്ളൂ. ഇത് നോട്ട് ചെയ്ത് വെക്കുക. ഞാനൊരു എക്സാമ്പിൾ പറയും, അതിൻ്റെ വേറെ എക്സാമ്പിൾ നിങ്ങൾ നോട്ട് ചെയ്തിട്ട് എഴുതി നോക്കുക. ഇനി നമ്മളെ മുൻപ് പറഞ്ഞ ഫോർ ലൂപ്പും വൈൽ ലൂപ്പും ഇൻക്ലൂഡ് ചെയ്തിട്ട് അതിലോട്ട് ഈ ഇഫ് എൽസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു എക്സാമ്പിൾ കൂടി എഴുതാം. അതൊന്ന് പ്രിപ്പയർ ചെയ്യുക. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ കാര്യം. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മളിത് പറയും. ഇതൊക്കെ നമ്മൾ ഷോർട്ടാക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇതെല്ലാം ഒന്നായിട്ട് ഒരൊറ്റ വീഡിയോസിലൂടെ പറയാം. നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഓരോന്നും അങ്ങനെ ഓരോ വീഡിയോ ആയിട്ട് ഇടുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാമല്ലേ? ഓക്കെ, ഫസ്റ്റ് ഇഫും എലിഫ് എൽസ്. ഇഫ് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്തിനാണെന്നുള്ളത്. എലിഫ് അതുപോലെ എൽസ്, അതാണ് ഇനി നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഇതിൽ ഇഫ് എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ മാത്രം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇഫ്. ഓൾറെഡി നമ്മൾ കഴിഞ്ഞതിൽ ജസ്റ്റ് ബേസിക്സിൽ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി എലിഫ് എന്താണെന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ കണ്ടീഷൻ ചെക്ക് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്തു, ഗ്രേഡ് ചെയ്യാണോ ചെക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഗ്രേഡ് ബിക്ക് വേണ്ടിയിട്ട് വേറെ കണ്ടീഷൻ ചെക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വേറെ കണ്ടീഷൻ ചെക്ക് ചെയ്തു. ഇതിനാണ് എലിഫ് എന്ന് പറയുന്നത്. അപ്പോൾ മൾട്ടിപ്പിൾ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ എലിഫ് നമ്മൾ യൂസ് ചെയ്യും. ഈ കണ്ടീഷനൊന്നും അല്ല, അതായത് ട്രൂ അല്ല ഫാൾസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഗ്രേഡ് എൽസ് വർക്ക് ചെയ്യും. മനസ്സിലായല്ലോ? അതായത് ഇഫിലുള്ളതല്ല, എലിഫിലുള്ളതല്ല, ഈ എലിഫിലുള്ളതല്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? വർക്ക് ചെയ്യും, എൽസ് വർക്ക് ചെയ്യും. അപ്പോൾ ഗ്രേഡ് എഫ് എന്ന് കാണിക്കും. മനസ്സിലായല്ലോ? ഇതാണ് നമ്മളൊരു വർക്ക് ഫ്ലോ എന്ന് പറഞ്ഞാൽ. ഇതാണ് ജസ്റ്റ് ഞാനിപ്പോൾ നമ്മളെ വി എസ് കോഡ് കണക്ട് ചെയ്തിട്ട് നമുക്ക് അതിലൂടെ എന്ത് ചെയ്തുതരാം, കാണിച്ചു തരാം. ജസ്റ്റ് ഞാനിതാണ് ഫോൾഡർ വരുന്നത്, ഓപ്പൺ ചെയ്യാം. ഇവിടെ CMD അടിക്കുക. ഇവിടെ കോഡ് സ്പേസ് ഡോട്ട് എന്ന് പറയുന്നത് എൻ്റർ അടിക്കുക. അപ്പോൾ നമ്മളെ ഫോൾഡർ ലൊക്കേഷൻ ഡയറക്റ്റായിട്ട് നമ്മൾ വി എസ് കോഡിൽ എന്ത് ചെയ്യും? ഓപ്പൺ ആയി കിട്ടും. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യാം? നമുക്ക് വേറൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. വേറെ ഫയൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻ്റ് ആണല്ലോ അല്ലേ? അതിന് വേണ്ടിയിട്ട് കുറച്ച് ലോഡിങ് ഉണ്ട്. CS എന്ന് കൊടുക്കുന്നുണ്ട്, C_S ഡോട്ട് PY. എന്നിട്ട് എൻ്റർ അടിക്കുക. ക്രിയേറ്റ് വെയിറ്റ് ചെയ്യണേ കുറച്ച്. ഞാൻ ഓൾറെഡി നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇത് ഓൾറെഡി ഇതിങ്ങനെ ലോഡായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പഴയ ഫയൽസ് ഉണ്ടൊക്കെ നല്ല ലോഡായിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യണം? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കോഡ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഇതിന് ബാക്ക് അടിക്കട്ടെ. ഫസ്റ്റ് ഇഫ് ആണല്ലോ വേണ്ടത് അല്ലേ? ഓക്കെ, ഇഫിൽ ഫസ്റ്റ് നമുക്കൊരു ഞാൻ ഈ ഒരു വർക്കിന് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. മീൻസ് ഈ ഒരു കണ്ടീഷൻ തന്നെ ചെയ്ത് നോക്കാം. നമുക്ക് ഫസ്റ്റ് ഒരു സ്കോർ, നമ്മളൊരു മാർക്ക് ലിസ്റ്റ് മോഡലാണ് ചെയ്യുന്നത്. അവിടെ മാർക്കും കാര്യങ്ങളും ജസ്റ്റ് ഒരു മാർക്ക് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? സെറ്റ് ചെയ്ത് വെക്കാം. മാർക്ക് ഈക്വൽ ടു ഒരു 85 കൊടുക്കാം, അല്ലെങ്കിൽ 95 കൊടുക്കാം. 95 കൊടുക്കാം. ഓക്കെ, 95 കൊടുത്തിട്ട് നമുക്ക് ഇനി നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇഫിൽ ഇവിടെ പറഞ്ഞ പോലെ ഇഫ് 11ൻ്റെ മാർക്ക് നമുക്കൊരു ഞാൻ സ്മാൾ ലെറ്റർ കൊടുക്കട്ടെ. അതിങ്ങനെ ക്യാപിറ്റലൊക്കെ നിൽക്കേണ്ടി വരും. സ്റ്റാൻഡേർഡ് ക്യാപിറ്റൽ തന്നെ. ഞാനിതിങ്ങനെ ഇതാക്കി കൊടുത്തെന്നുള്ളൂ. ഞാൻ ഇവിടുത്തെ മാർക്കിൽ എന്ത് ചെയ്തു? ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഒരു 90 പറഞ്ഞു കൊടുത്തു. 90. എനിക്ക് ഇത്ര ഗ്രേഡ് കൊടുക്കാം. സോറി, ഇഫ് ആണല്ലേ. ഡോട്ട് കൊടുക്കുക, എൻ്റർ അടിക്കുക. ഞാനിവിടെ
ഗ്രേഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് കൊടുക്കാം, ഒരു എ കൊടുക്കാം. അതിൽ എ പ്ലസ് തന്നെ കൊടുക്കാം. ജസ്റ്റ് നമുക്ക് ഇവിടെ എ കൊടുക്കാം. ഓക്കെ, ഓക്കെ. നെക്സ്റ്റ് ഏത് നമുക്ക് വരുന്നത്, നെക്സ്റ്റ് എലിഫാണ് കൊടുക്കേണ്ടത്. നമുക്ക് വേറെ ഗ്രേഡ് കൊടുക്കണം. അപ്പോൾ അത് ഇഫിൻ്റെ പുറത്തേക്ക് വരാം. എലിഫ് എന്ന് കൊടുക്കുക, മാർക്കിനെ വിളിക്കാം. ഈ മാർക്ക് എവിടെ നിന്ന് വരുന്നത് മനസ്സിലായല്ലോ. ഈക്വൽ ടു മാർക്കിന് വരുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. ഈ മാർക്കിനാണ് ഇവിടെ വിളിക്കുന്നത്, മനസ്സിലായല്ലോ. നമുക്കിവിടെ ഒരു 85 കൊടുക്കാം. 85 നമുക്ക് ഗ്രേഡ് എത്ര കൊടുക്കാം, ഗ്രേഡ് ഒരു ബി പ്ലസ് കൊടുക്കാം. ബി പ്ലസ് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു എൽഫും കൂടെ എഴുതാം. എൽഫ് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എഴുതിയിട്ടോ, കണ്ടീഷൻ എത്ര വേണമെങ്കിലും എഴുതാം. അതുകൊണ്ടൊന്നും നമുക്കൊരു ഇഷ്യൂസും വരില്ല. കണ്ടീഷൻ നിങ്ങൾക്ക് ഇവിടെ എഴുതിക്കൊണ്ടിരിക്കാം. ഈക്വൽ ടു നമുക്കൊരു 18 കൊടുക്കാം. നമുക്കതിൻ്റെ ഗ്രേഡ് നമുക്ക് എന്തിടാം, ബി ഇടാം. ഓക്കെ, ഇത്ര മതിയല്ലേ. ഇനി നമുക്ക് ഒരു എൽഫും കൂടെ ആഡ് ചെയ്തിട്ട് അവിടെ സിയും കൂടെ ആഡ് ചെയ്ത് അതും കൂടി കഴിയും ഒരു ഇതിന് വേണ്ടിയിട്ട്. ഒരു മാർക്കിൽ നമുക്ക് ഒരു സിയും കൂടി ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഗ്രേഡ് നമുക്ക് നമുക്കൊരു മാർക്ക് കിട്ടി. ഓക്കെ, ഇത്ര മതിയല്ലേ. ഓക്കെ അല്ലേ. അടുത്ത റബ്ബർ കൂട്ടൊന്ന് ഒഴിവാക്കണം, മിസ്റ്റേക്ക് കിട്ടിയതാണ് കേട്ടോ. ഇനി നമുക്ക് എന്ത് കൊടുക്കാം, എൽസിന് കൊടുക്കാം. എൽസിന് കൊടുത്തിട്ട് എൽസിൻ്റെ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം, എൽസിന് 2 ഡോട്ട് ഇടണം, ഇടേണ്ടി വരും. ഓക്കെ, മിസ്റ്റേക്ക്. ഓക്കെ, 2 ഡോട്ട് ഇട്ട് എൻ്റർ അടിക്കുക. നമുക്കിവിടെ എന്ത് ചെയ്യാം, ഗ്രേഡ് എന്ന് പറഞ്ഞിട്ട് ഡീനെ കൊടുക്കാം. ഓക്കെ, ഡീനെ കൊടുക്കാം. ഡിയോ എഫോ എന്താ വെച്ചാൽ കൊടുക്കാം. ഞാൻ എഫ് കൊടുത്തു, ഫെയിൽ എന്നുള്ളതിന് എഫ് കൊടുത്തു. ഇനി നമുക്കിതിന് പ്രിൻ്റ് ചെയ്യണം. പ്രിൻറ്റിൻ്റെ ഉള്ളിൽ ആരെ വിളിക്കണം, പ്രിൻ്റിൻ്റെ ഉള്ളിൽ അവിടെ നമ്മൾ ഗ്രേഡിനെ വിളിക്കണം. ഗ്രേഡിനെ വിളിക്കണം. ഞാൻ ജസ്റ്റ് ഇതൊന്ന് റൺ ചെയ്ത് കാണിച്ചു തരാം. റൺ ചെയ്താൽ ഗ്രേഡ് എ എന്ന് പറഞ്ഞ് തരുന്നുണ്ട്. ഗ്രേഡ് എ വരാൻ കാരണം നമ്മുടെ മാർക്ക് 95 ആണ്. ഞാൻ മാർക്ക് റിമൂവ് അടിച്ചിട്ട് ഒരു 18 കൊടുത്തു. ഇതൊന്നും കൂടി റൺ ചെയ്തു. അപ്പോൾ ഗ്രേഡ് ബി വന്നിട്ടുണ്ട്. 18 കൊടുത്താൽ ബി ആണ് വരുന്നത്. ഇനി നമ്മൾ 85 കൊടുത്തു നോക്കാം. 85 കൊടുത്താൽ എന്താ വരുന്നത് നോക്കാം. 85 കൊടുത്തപ്പോൾ ബി പ്ലസ് വർക്ക് ചെയ്തു, മനസ്സിലായല്ലോ. ഈ കണ്ടീഷൻസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാനൊന്നും കൊടുത്തില്ല. അപ്പോൾ ഒരു 65 കൊടുത്തു, അല്ലെങ്കിൽ 60 കൊടുത്തു. അപ്പോൾ നമുക്ക് ഏതാ വർക്ക് ചെയ്യാം, ഫെയിലാവും. അതായത് ഈ കണ്ടീഷനിലുള്ള മാർക്കോ അതിൻ്റെ അടിയിലുള്ള മാർക്കോ ഒന്നുമല്ല, ഇതിന് താഴെയുള്ള മാർക്ക്. അപ്പോൾ നമുക്ക് ഫെയിൽ എന്ന് പറഞ്ഞു കൊടുക്കാം. ഫെയിൽ ഗ്രേഡ് എഫ് എന്ന് പറഞ്ഞു കൊടുക്കാം. വർക്ക് ചെയ്യുന്നുണ്ടോ, മനസ്സിലായല്ലോ. അതാണ് ഈ കണ്ടീഷൻസ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് ബാക്കിയുള്ള കണ്ടീഷൻസൊക്കെ ഫെയിലായിട്ട് പോകും, മനസ്സിലായല്ലോ. ഇനി ലോജിക്കൽ ഓപ്പറേഷൻസ് ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട്, സ്കോറിൻ്റെ കണ്ടീഷൻസും കാര്യങ്ങളും. വാലിഡ് സ്കോർ എന്ന് പറഞ്ഞിട്ട് ഇത് വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്ത് ഇത് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കട്ടെ. ഇതിന് വേറെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. മീൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഇനി മുൻപോട്ട് വരുമ്പോൾ പ്രൊജക്റ്റിലോട്ടൊക്കെ വരുമ്പോൾ ചെയ്ത് തരുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇഫ് എൽസും കാര്യങ്ങളൊന്ന് പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചെറിയൊരു ഷോർട്ട് എക്സാമ്പിളോട് ഞാനിത് ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, വലിയ വലിയ എക്സാമ്പിൾസ് കുറേ വരുന്നുണ്ട്. നമ്മൾ ഇനി മുൻപോട്ട് പോകുമ്പോൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ മെയിൻ കാര്യങ്ങൾ പറഞ്ഞത്. ഇനി നമുക്ക് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഫംഗ്ഷന് സ്കോപ്പൊക്കെയാണ്. ഫംഗ്ഷന് കുറച്ച് സിമ്പിളാണ്, പഠിക്കാൻ സിമ്പിളാണ്. ഇതുകൊണ്ട് കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു സംഭവം കഴിയും, പാർട്ട് 2 എന്നുള്ള സംഭവം കഴിയും. പിന്നെ പാർട്ട് 3 നമ്മൾ കിടക്കുന്നുണ്ട്, ഡാറ്റ സ്ട്രക്ചറിലോട്ടൊക്കെ കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെക്ഷൻ ഇത്രയേ ഉള്ളൂ.
എല്ലാവരും ഇതിൻ്റെ വെവ്വേറെ എക്സാമ്പിൾസൊക്കെ എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. പിന്നെ നമ്മളെ യൂട്യൂബിൽ നമ്മളെ ഇൻസ്റ്റഗ്രാമൊക്കെ ഒന്ന് ഫോളോ ചെയ്താൽ നമ്മളെ യൂട്യൂബിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് നമ്മളിതിന് താഴെ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ചെക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യാം കേട്ടോ.